ഹലോ, നമുക്കിന്ന് ക്യൂട്ടായിട്ടുള്ള ഒരു പെൻ ഹോൾഡർ ഉണ്ടാക്കിയാലോ? ഈയിടെയായിട്ട് പിൻട്രസ്റ്റിലായാലും യൂട്യൂബിലായാലും ഈ പെൻ ഹോൾഡറും ഡസ്റ്റക്കറൊക്കെ സെർച്ച് ചെയ്യുന്ന ടൈമിൽ കൂടുതലായിട്ടും വരുന്നത് അവക്കാഡോ പെൻ ഹോൾഡർ, അവക്കാഡോ ഡസ്റ്റക്കർ ഇതൊക്കെയാണ്. അപ്പം ഞാൻ വിചാരിക്കും, ഈ അവക്കാഡോ എന്താണ് എല്ലാവർക്കും ഇത്ര സ്നേഹം? ഇനിയിപ്പോൾ സ്നേഹം കൂടിയത് കൊണ്ട് അത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ കോപ്പി അടിയാവും. എന്നാലൊരു വെറൈറ്റി പിടിക്കാം. നമുക്കിന്ന് ഒരു ആപ്പിൾ പെൻ ഹോൾഡർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മെഡിസിൻ ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ബോക്സ് എടുക്കുക. മെഡിസിൻ ബോക്സ് എന്തായാലും നിങ്ങളുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ അതൊരെണ്ണം എടുക്കാം. എന്നിട്ട് അതൊന്ന് കവർ ചെയ്യാനുള്ള പേപ്പർ എടുക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ വച്ച് നോക്കിയിട്ട് സൈസൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നമുക്കതൊന്ന് പേപ്പർ കട്ട് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും മുന്നിലും ബാക്കിലായിട്ട് ഇത്തിരി പേപ്പർ എക്സ്ട്രാ എടുക്കണം കേട്ടോ. അത് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ എക്സ്ട്രാ എടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഗ്ലൂ തേച്ചിട്ട് ഇത് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവില്ല, ഇത്തിരി ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ ഒരു പീസ് എക്സ്ട്രാ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് ചെറിയ പീസ് എക്സ്ട്രാ എടുക്കാം. എന്നിട്ട് അത് ഗമ്മ തേച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കാം. ഇനി വേണ്ടത് ഏറ്റവും മുകളിലും താഴെയായിട്ട് കോർണേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ഗമ്മ തേച്ചിട്ട് ഉള്ളിലേക്ക് മടക്കി ഒട്ടിക്കാം. ഇങ്ങനെ 4 കോർണേഴ്സിലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഉള്ളിലിട്ട് മടക്കി ഒട്ടിക്കാം. ഇനിയിപ്പോൾ ഇതുപോലെ പേപ്പറൊക്കെ മടക്കി ഒട്ടിക്കാം. മടിയുള്ള കൂട്ടത്തിലാണെങ്കിൽ നമുക്കിത് പെയിൻറ്റ് ചെയ്തെടുക്കാം. പെയിൻറ്റ് ചെയ്യുമ്പം ആദ്യം ഒരു വൈറ്റ് ബേസ് കൊടുത്തതിന് ശേഷം ഇഷ്ടമുള്ള കളർ അപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ആ മെഡിസിൻ്റെ ബോക്സിൻ്റെ മുകളിലുള്ള എഴുത്തൊക്കെ വല്ലാതെ വിസിബിൾ ആയിരിക്കും. അപ്പോൾ ഒരു വൈറ്റ് ബേസ് കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ഹൈഡായി പോയിക്കോളും. അങ്ങനെ ഞാനിവിടെ കംപ്ലീറ്റ് പേപ്പറൊക്കെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ആപ്പിൾ വരഞ്ഞെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പിൻട്രസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. നല്ല ക്യൂട്ടായിട്ടുള്ള ആപ്പിളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതൊരു വൈറ്റ് A4 ഷീറ്റിൽ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ A4 ഷീറ്റ് ഇങ്ങനെ സെൻട്രലിൽ നിന്ന് ഇങ്ങനെ മടക്കിയിട്ടാണ് വരഞ്ഞെടുത്തത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 ആപ്പിളിൻ്റെ ഇമേജസ് കിട്ടും. ഇനിയിപ്പോൾ അതൊന്ന് കളർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ക്രയോൺ വെച്ചിട്ടൊന്ന് കളർ ചെയ്തു. അപ്പോൾ അത് ചീറ്റിപ്പോയി. അപ്പോൾ അതിനുശേഷം ഞാൻ പെയിൻറ്റ് വെച്ചിട്ട് തന്നെ ചെയ്തു. ഇതിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 ആപ്പിൾ ഇമേജസ് കിട്ടും. അപ്പോൾ നമുക്ക് പെൻ ഹോൾഡറിൻ്റെ മുന്നിലും ബാക്കിലും വെക്കാനുള്ളതായി. ഇനിയിപ്പോൾ ഇത് ആപ്പിളിൻ്റെ പേപ്പർ ഏതെങ്കിലും ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കണം. അല്ലെങ്കിൽ അത്ര എന്താ പറയുക, ഈ ഒരു പേപ്പറിൽ അത്ര ഉറപ്പുണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് നല്ല ഉറപ്പിന് വേണ്ടിയിട്ട് നമുക്കൊരു കാർഡ്ബോർഡ് എടുക്കാം. എന്നിട്ട് ആ ഒരു ആപ്പിളിൻ്റെ ഇമേജ് ഇതിനകത്തേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഗമ്മ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഒട്ടിക്കാം. എന്നിട്ട് ആ ആപ്പിളിൻ്റെ സൈസിൽ ആ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ മുന്നിലും ബാക്കിലുള്ളത് രണ്ടും അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിൽ വെക്കാൻ പോകുന്ന ആപ്പിളിന് കൈയും കാലൊന്നുമില്ല, ജസ്റ്റ് ഒരു ആപ്പിൾ മാത്രമേ ഉള്ളൂ. അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കളർ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പെൻ ഹോൾഡർ കണ്ടാലോ. ഇതാണ് നമ്മുടെ ആപ്പിൾ പെൻ ഹോൾഡർ. എനിക്ക് ഏതായാലും ഇഷ്ടമായി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഇനിയിപ്പോൾ വേറെ വല്ല വെറൈറ്റി വേണമെങ്കിൽ അതുകൂടെ കമൻറ്റിൽ പറഞ്ഞോളൂ. എന്നും പറയാറുള്ളത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മളെ ചാനലിലെ മറ്റുള്ള വീഡിയോസൊക്കെ കണ്ടു നോക്കി ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാമല്ലോ. കൂടാതെ നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് കൂടെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴും പറയുമ്പോഴുമാണ് നമുക്ക് ഇനിയും വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം കിട്ടുന്നത്. അതുകൊണ്ടാണ് കമൻറ്റ് ചെയ്യണേ എന്ന് പറയുന്നത്. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.